നെട്ടയം മലമുകളിലെ ബി.ജെ.പി. CPM സംഘർഷത്തിന് പിന്നാലെ വട്ടിയൂർക്കാവിൽ രാഷ്ട്രീയ പോരും മുറുകുന്നു. പോലീസ് സ്റ്റേഷൻ മാർച്ചിലും റോഡ് ഉപരോധത്തിലും നേതൃത്വം നൽകിയ ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷയും മുൻ DGPയുമായ ആർ ശ്രീലേഖയെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത്. പോലീസിന്റെ നടപടിക്കെതിരെ കടുത്ത വിമർശനവുമായി വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് രംഗത്തെത്തി. നെട്ടയം മലമുകൾ സംഘർഷത്തിൽ ബി.ജെ.പി. പ്രവർത്തകരെ പ്രതിചേർത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഏപ്രിൽ 21-ന് മഹിളാ മോർച്ച വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിനും തുടർന്ന് നടന്ന റോഡ് ഉപരോധത്തിനും ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷ ആർ ശ്രീലേഖയായിരുന്നു നേതൃത്വം നൽകിയത്. എന്നാൽ സംഭവത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ ശ്രീലേഖയുടെ പേര് മാത്രം പരാമർശിച്ചിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർമാരായ സുമി ബാലു, മഞ്ജു, പ്രവർത്തകരായ അഞ്ജന, പത്മ എന്നിവർക്കും കണ്ടാലറിയാവുന്ന 50ഓളം പേർക്കുമെതിരെയാണ് കേസെടുത്തത്. മുൻ DGP കൂടിയായ ആർ ശ്രീലേഖയെ എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ പോലീസ് തയ്യാറാകുന്നില്ല. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസിന്റെ ഔദ്യോഗിക വിശദീകരണം. അതേസമയം ശ്രീലേഖയ്ക്കെതിരെ കേസെടുക്കാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധവുമായി CPM രംഗത്തെത്തി. വിരമിച്ച ഉദ്യോഗസ്ഥയുടെ ഉത്തരവ് നടപ്പാക്കുന്ന സിറ്റി പോലീസ് കമ്മീഷണർ K. കാർത്തിക് ആ പദവിയിലിരിക്കാൻ യോഗ്യനല്ലെന്ന് വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് ആഞ്ഞടിച്ചു. 50-ലധികം പേർക്കെതിരെ കേസെടുക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്ത ആളുകൾക്കെതിരെ കേസില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോലീസ് പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കമ്മീഷണർ ഇങ്ങനെ വിരമിച്ച ആൾക്കാരുടെ ഉത്തരവാണോ നടപ്പാക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അപ്പോൾ അദ്ദേഹം ഈ സ്ഥാനത്തിന് യോഗ്യനായിട്ടുള്ള ഒരാളായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം തിരുവനന്തപുരം പോലുള്ള ഒരു നഗരത്തിൽ ക്രമസമാധാനം പാലിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്വം പോലീസ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ നിർവഹിക്കണം. സമരമുഖത്ത് മുൻ DGP തിരിച്ചറിയാത്ത പോലീസിന്റെ വിചിത്രമായ നടപടി വട്ടിയൂർക്കാവിൽ പുതിയ രാഷ്ട്രീയ പോർമുഖം തുറന്നിരിക്കുകയാണ്. ഈ പോര് വരും ദിവസങ്ങളിൽ കൂടുതൽ കനക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.